ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കൂളിലത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ തലേ ദിവസത്തെ ഒരു വ്ളോഗാണ്. അപ്പോൾ രാവിലെ ഒരു 5 മണി മുതലുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ വീട് ഇരിക്കുന്നത് റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല പൊടിയുണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് ഇന്ന് നിവാങ്കുഞ്ഞിനെ ഡേ കെയറി വിടാമെന്ന് ഓർത്തുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറിയാണ്. നിവാങ്കുഞ്ഞിനെ ഒരുക്കി നിർത്തി കഴിയുമ്പോഴത്തേക്കും ചാച്ചയെ വന്ന് വിളിച്ചുകൊണ്ട് പോയിക്കോളും കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പവും മുട്ടക്കറിയൊക്കെ ഈ ക്ലീനിങ് കഴിഞ്ഞിട്ട് അടുപ്പത്ത് വെക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി കിടന്നത് ഞാനിത് പ്ലാൻ ചെയ്തുകൊണ്ടാണ് കേട്ടോ കിടന്നുറങ്ങിയത്. രാവിലെ എഴുന്നേൽക്കുന്നതേ അവിടെ നമ്മുടെ സ്റ്റെപ്പിൻ്റെ ഭാഗമൊക്കെ നല്ലപോലെ വെള്ളം ഒഴിച്ച് കഴുകണമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നലെ കിടന്നത്. കാരണം രാവിലെ തന്നെ അങ്ങനെ വെള്ളം ഒഴിച്ച് കഴുകി കഴിയുമ്പോഴത്തേക്കും പൊടി കുറവുണ്ട് കേട്ടോ. അങ്ങനെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പതിയെ ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ. ഒന്ന് ഇടവിട്ട് ഞാനിങ്ങനെ തുടയ്ക്കുന്ന കാരണം വലിയ അഴുക്കില്ല കേട്ടോ തറയിലൊന്നും. പിന്നെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടാൽ മനസ്സിലാകും, ശനിയാഴ്ച ഞായറാഴ്ച എനിക്ക് ഒരുപാട് ജോലികൾ ഞാൻ പെൻഡിങ് വെക്കാറുണ്ടായിരുന്നു കേട്ടോ ശനിയാഴ്ചത്തേക്ക്. കാരണം നമ്മൾ സ്കൂളിൽ പോകുന്ന ദിവസമൊന്നും അങ്ങനെ ക്ലീനിങ് ഒന്നും ഞാൻ വലിയ കാര്യമായിട്ട് ചെയ്യാറില്ലായിരുന്നു കേട്ടോ. ആ ഒരു സ്വഭാവം ഇപ്പോൾ മാറ്റിയിട്ട് ഞാൻ അന്നന്ന് അടിച്ചു വാരി പറ്റുന്ന പോലെയൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. അത് കാരണം എനിക്ക് ശനിയാഴ്ച ആകുമ്പോഴത്തേക്കും ഓവർലോഡ് ഇല്ല കേട്ടോ. അപ്പോൾ എന്നും ഇങ്ങനെ ഒന്നരാടം അല്ലെങ്കിൽ തുടയ്ക്കുന്ന കാരണം നമുക്ക് അത്രയും ഒരു ശനിയാഴ്ച നമുക്ക് ഒരുപാട് ജോലി ഉള്ളതായിട്ട് ഫീൽ ചെയ്യില്ല കേട്ടോ. അങ്ങനെ തുണിയൊക്കെ കഴുകാനായിട്ട് ഞാൻ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ തുണി ഇടുമ്പോഴൊക്കെ ഞാൻ ഉറക്കപ്പിച്ചിലാണ് കേട്ടോ. കാരണം എനിക്ക് ഉറക്കം അങ്ങ് തീരുന്നില്ല. ഇപ്പം എന്താണെന്ന് എനിക്കറിയത്തില്ല. രാവിലെ കിടന്നുറങ്ങാൻ നല്ല സുഖമാണ്. ഒന്നാമത്തെ തണുപ്പാണ്, കൂടെ നമുക്ക് ക്ഷീണം കൂടെ ആകുമ്പോഴത്തേക്കും രാവിലെ കിടന്നുറങ്ങാൻ നല്ല സുഖമാണ്. അപ്പം ഞാനിങ്ങനെ മയങ്ങിയാണ് ഓരോന്നൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഞാനത് ചെയ്യണ്ടെന്ന് വിചാരിക്കാറില്ല കേട്ടോ. അപ്പം തന്നെ അങ്ങ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് ശനി ഞായർ അവധി ദിവസങ്ങളിലൊക്കെ കുറച്ച് സമയം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ രാവിലെ ശനിയാഴ്ച രാവിലെ തുടങ്ങുന്ന ജോലി എനിക്ക് വൈകുന്നേരം ആയാലും തീരില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ അങ്ങനെയല്ല, ഇങ്ങനെ ഞാൻ അന്നന്ന് ചെയ്യേണ്ട ജോലികളൊക്കെ അന്നന്ന് തന്നെ ചെയ്യുന്ന കാരണം എനിക്ക് ഫ്രീ ടൈം കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതിയൊരു വർഷം തുടങ്ങുമ്പോൾ മാറ്റണമെന്ന് വിചാരിക്കുന്ന ചില ശീലങ്ങളിലൊന്നായിരുന്നു കേട്ടോ ഇത്. അപ്പം പുതിയൊരു വർഷം തുടങ്ങണമെന്നൊന്നുമില്ല, നമുക്ക് തോന്നുമ്പോൾ നമ്മളുടെ മാറ്റേണ്ട ശീലങ്ങളൊക്കെ മാറ്റാമല്ലേ. അങ്ങനെ ഒരു ശീലമാണ് ഇപ്പം മാറ്റിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തുണി അലക്കൊക്കെ കഴിഞ്ഞു. തുണി അലക്കാനായിട്ട് വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ വന്ന് തുടയ്ക്കുന്നത്. പിന്നെ ഈ ഒരു ഊഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് പിള്ളേർക്ക് ഇരിക്കാൻ പാകത്തിന് ആണ് കേട്ടോ ഇതിൻ്റെ ഒരു കപ്പാസിറ്റി ഉള്ളൂ. വലിയവരൊക്കെ ഇരുന്നാൽ പൊട്ടിപ്പോകുന്ന എനിക്ക് തോന്നുന്നത്. നല്ല കോട്ടൻ്റെ ഒരു ഈ മാക്രം ത്രെഡൊക്കെ പോലത്തെ നല്ല കട്ടിയുള്ളൊരു ത്രെഡാണ് ഇത്. അപ്പോൾ നിവാങ്കുഞ്ഞ് ഏത് നേരവും ഈ നമ്മുടെ ഈ ഡൈനിങ് ടേബിളിൻ്റെ സൈഡിൽ കിടക്കുന്ന ഈ കസേരയിൽ കയറിയിരുന്ന TV കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്നൊന്നും ഇപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ അവനെ എനിക്ക് ശ്രദ്ധിക്കാൻ പാടായിരിക്കും. അത് കാരണം വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു ഊഞ്ഞാൽ. ഇപ്പം ഇതിലിരുന്ന ആൾ TV കണ്ടോളും. അപ്പോൾ എനിക്ക് എൻ്റെ ജോലികളൊക്കെ കിച്ചണിൽ നിന്ന് സമാധാനമായിട്ട് ചെയ്യാം. അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു ഊഞ്ഞാൽ. അങ്ങനെ ക്ലീനിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ അപ്പുറത്തെ 2 റൂമും തുടച്ചു, പിന്നെ ഹാളും തുടച്ചു, കിച്ചണൊക്കെ തുടച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഇന്നലെ രാത്രി ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിവാങ്കുഞ്ഞിന് വലിയ ഇഷ്ടമാണ് ഫ്രൈഡ് റൈസ്. ഉണ്ടാക്കാനും എളുപ്പമുള്ളത് കാരണം ഞാനിപ്പം രാത്രിയും നിവാങ്കുഞ്ഞിൻ്റെ ലഞ്ച് ബോക്സിലേക്കൊക്കെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുത്തു വിടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ രാത്രിയിലത്തെ ഫ്രൈഡ് റൈസ് ഇരിപ്പുണ്ട്. അതൊന്ന് ചൂടാക്കി നിവാങ്കുഞ്ഞിന് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാമെന്ന് ഓർത്തുകൊണ്ടാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറി ആയിരുന്നെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ അപ്പവും മുട്ടക്കറി അല്ലായിരുന്നു കേട്ടോ, ഉപ്പുമാവായിരുന്നു. അങ്ങനെ കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഇട്ട് അലക്കിയത് കാരണം വെള്ളം കുറയുന്നത് പോലെ തോന്നി. അപ്പോൾ ഞാൻ മോട്ടർ ഇടാൻ പോവുകയാണേ. ഇത് നമ്മുടെ 3-ാം നിലയുടെ ഏറ്റവും മണ്ടയ്ക്ക് ചെല്ലണം കേട്ടോ ഈ വാട്ടർ ടാങ്ക്. ഒരു സ്റ്റെപ്പ് കയറാനൊക്കെ ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നേ, ഞാൻ കയറൂലായിരുന്നു സ്റ്റെപ്പിൽ. പിന്നെ തന്നെ ഇങ്ങനെ ഇറങ്ങി ഇപ്പോൾ ഒരു ശീലമായി കേട്ടോ. അങ്ങനെ മോട്ടറൊക്കെ ഇട്ടിട്ട് താഴെ വന്നു. നമുക്ക് ഉപ്പുമാവിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റും കുറച്ച് ബീൻസും കുറച്ച് സവോളയും ഒരു പകുതി കുഞ്ഞ് സവോളയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പച്ചമുളകും കൂടി ഒന്ന് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. എനിക്ക് ഒത്തിരി വെജിറ്റബിൾസ് ഇട്ട ഉപ്പുമാവ് ഇങ്ങനെ ഒരുപാട് ഡ്രൈ ആക്കാതെ ഒരു മീഡിയമായിട്ട് ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഉപ്പുമാവാണ് കേട്ടോ എനിക്കിഷ്ടം.
അത് ഒന്നുമില്ലെങ്കിലും നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും പഴമൊന്നും ഇല്ലെങ്കിലും ചുമ്മാ കഴിക്കാനും നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇതാ ഞാൻ ഒരുപാട് പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം കേട്ടോ. നിവാങ്കുഞ്ഞിന് ഏത്തപ്പഴം പുഴുങ്ങിയാണ് കേട്ടോ ഉപ്പുമാവ് കൊടുത്തത്. ഞാൻ ഉപ്പുമാവ് വെറുതെ കഴിച്ചു കുറച്ച്, പിന്നെ കുറച്ച് വൈകുന്നേരം വന്നിട്ട് ചായയോട് കൂടെ കഴിക്കാമെന്ന് ഓർത്ത് മാറ്റി വെച്ചേ. ഞാൻ രാവിലെ കഴിച്ചത് ആ ഫ്രൈഡ് റൈസാണ് കേട്ടോ. അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതാ ഇപ്പം നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ. ഇതാ എണ്ണയൊക്കെ ഇങ്ങനെ ഉരുകി കട്ടയായിട്ടിരിക്കുവാണ്. ഞാനപ്പോൾ കുളിക്കാനുള്ള വെള്ളം അപ്പുറത്ത് കലത്തിലിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതിനകത്തേക്ക് വെച്ചിട്ട് എണ്ണയൊന്ന് ഉരുക്കിയെടുത്തു. ഉരുക്കിയിട്ട് വന്നപ്പോഴത്തേക്കും ആ ചട്ടിയൊക്കെ കത്തിപ്പോയി കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചൊരു സ്റ്റീലിൻ്റെ ഉരുളിയാണ്. അതിന് നല്ല കട്ടിയുള്ളതാണ്, പക്ഷേ എണ്ണ ഒഴിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് കത്ത് പിടിച്ചു. എന്നിട്ട് ഞാനത് പുറത്ത് കൊണ്ട് വെച്ചിട്ട് ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് പുറത്ത് കൊണ്ട് വെച്ചിട്ട് സെറ്റ് ചെയ്ത് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ ഉരുളി. അങ്ങനെ അത് ഉപ്പുമാവൊക്കെ വെച്ച് കഴിഞ്ഞു. പിന്നെ രാവിലത്തെ കാപ്പിയും കൂടെ കുടിക്കുവാണേ. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇന്നലത്തെ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നെന്ന്, അതൊന്ന് ചൂടാക്കി എടുക്കുവാണ് കേട്ടോ. നിവാങ്കുഞ്ഞിന് ലഞ്ച് ബോക്സിൽ ഇതാണ് കൊടുത്തു വിടുന്നത്. ഈ വീഡിയോയ്ക്ക് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ക്രിസ്മസ് വെക്കേഷൻ തുടങ്ങി കഴിഞ്ഞിട്ടാണ്. ശരിക്കും ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് ക്രിസ്മസ് സെലിബ്രേഷൻ്റെ, അതായത് ക്രിസ്മസ് വെക്കേഷൻ തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം. അപ്പം ഞാൻ സത്യത്തിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എന്താ ഉണ്ടാക്കിയെന്നുള്ള കാര്യം മറന്നുപോയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വീഡിയോയിൽ ഇങ്ങനെ കണ്ടപ്പോഴാണ് മുട്ടയും അപ്പോൾ അല്ലായിരുന്നു എന്നുള്ളത് കാര്യം മനസ്സിലാക്കിയത് കേട്ടോ. അങ്ങനെ നിവാങ്കുഞ്ഞിൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്തു. ചാച്ചായി നിവാങ്കുഞ്ഞിനെ വിളിക്കാൻ വന്നു കേട്ടോ. അങ്ങനെ നിവാങ്കുഞ്ഞിനെ പറഞ്ഞു വിട്ടിട്ട് വേണം എനിക്കിനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സ്കൂളിലേക്ക് പോകാനായിട്ട് കേട്ടോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. നിവാങ്കുഞ്ഞ് എന്തായാലും ഇന്ന് ഹാപ്പിയാണ് കേട്ടോ. ചാച്ചയുടെ കൂടെ സ്കൂട്ടറിന് പോകുന്ന കാരണം ആൾ നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. വഴക്കും കരച്ചിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ നിവാങ്കുഞ്ഞിനെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ തിരിച്ച് വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു കേട്ടോ. നമ്മുടെ ഫ്രൈഡ് റൈസാണ് കഴിച്ചത്. ഫ്രൈഡ് റൈസിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ സാധാരണ ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നതല്ല രാവിലെ ഒന്നും. ഇത് ഞാൻ എന്തായാലും ഇരുന്ന് കഴിച്ചു കേട്ടോ. അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ സ്കൂളിലെത്തി കേട്ടോ. പിറ്റേ ദിവസം നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷനാണ്. അപ്പോൾ പുൽക്കൂടിൻ്റെയും ട്രീയുടെയും ഒക്കെ ജോലികൾ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടീച്ചേഴ്സ് അപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി കൊടുത്തേക്കുന്ന കാരണം ചിലരൊക്കെ ഗ്രൗണ്ടിൽ പുല്ല് പറിക്കാനും മണ്ണെടുക്കാനൊക്കെ ആയിട്ട് പോയേക്കുമായിരുന്നു കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ സ്കൂൾ ഗ്രൗണ്ട്. അങ്ങനെ കുട്ടികൾ അവിടെ നിന്ന് പുല്ലൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഇത് നമ്മുടെ പുൽക്കൂടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനാണ് കേട്ടോ. മണ്ണൊക്കെ ഇട്ട് പൊക്കിയിട്ട് പുല്ലൊക്കെ വെച്ച് സെറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് ചുള്ളിക്കമ്പൊക്കെ പറക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ, മഞ്ഞൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാനായിട്ടാണ്. പിന്നെ നമ്മുടെ ട്രീ എന്ന് പറയുന്നത് ഈ പച്ച തോരണം വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ട്രീയില്ലേ, അതായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പതുക്കെ ഓരോ സാധനങ്ങളായിട്ട് കൊണ്ടുവെക്കുന്നുണ്ട്. അതായത് പുല്ലും മണ്ണൊക്കെ ആയിട്ട്. ഞാൻ പുൽക്കൂടൊക്കെ ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ പുൽക്കൂടെല്ലാം സെറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ സ്കൂളിലത്തെ പുൽക്കൂട്. ഒരു കുഞ്ഞു പുൽക്കൂടും ഒരു കുഞ്ഞു വീടും കുഞ്ഞൊരു ട്രീയും ഒരു കുഞ്ഞു കിണറും ഒക്കെ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത പുൽക്കൂടാണ് ഇത്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ മല ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ പുൽക്കൂടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂളിൻ്റെ കിച്ചണിൽ വന്ന് ചോറുണ്ണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചോറൂണെല്ലാം കഴിഞ്ഞിട്ട് ചുമ്മാ നമ്മുടെ ഈ ക്ലാസ്സിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും പിള്ളേർ നല്ല രീതിയിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുവാണേ. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് പിറ്റേ ദിവസം ക്രിസ്മസ് സെലിബ്രേഷൻ ആണല്ലോ. അപ്പോൾ പുരുകം ഒന്ന് ത്രെഡ് ചെയ്യാൻ പോയിട്ടോ. മുട്ടത്ത് ശോഭ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടി പാർലറിലാണ് ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് പോകുന്നത്. അവിടുത്തെ നല്ല കസ്റ്റമർ സർവീസാണ് കേട്ടോ. അങ്ങനെ പുരുകമൊക്കെ ത്രെഡ് ചെയ്ത് ഒരു കുഞ്ഞു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.